മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നമ്മൾ വളരെ ഉറക്കെ ദേഷ്യപ്പെട്ട് വാശിയോടുകൂടി സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന ഏത് വ്യക്തിക്കുണ്ടാവുന്ന പ്രതികരണം റിയാക്ഷൻ്റെ പ്രതികരണമാണ്. ആക്ഷൻ ഉണ്ടാകുന്ന റിയാക്ഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നീ ആരടാ എന്ന് നമ്മൾ ചോദിച്ചാൽ അപ്പുറത്ത് നിന്ന് നീ ആരടാ എന്ന് ചോദിക്കാൻ എന്നാണ് വരിക. മറിച്ച് ചോദിച്ചു എന്ന് വിചാരിക്കുക, തൻ്റെ പേരെന്താണ്, താൻ ആരാണ് എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും താൻ ആരാ ഇത് ചോദിക്കാൻ എന്നായിരിക്കില്ല വരിക. ഞാൻ ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. യഥാർത്ഥത്തിൽ ഫിസിക്സിന്റെ നിയമം എന്ന് പറയുന്നത് ഹയർ ദി ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ഹയർ ദി ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. പക്ഷെ ജീവിതത്തിൽ ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദി പെനിട്രേഷൻ പവർ. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കുന്നത് വിചാരിക്കാം, എന്തിനാണ് ഈ ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്നത്? സ്വാഭാവികമായിട്ടും വരുന്ന ഉത്തരം, അത് ഓൺ ചെയ്തു വെച്ചുകൊണ്ട് ഞാനിരുന്നു. നാളെ പരീക്ഷയാണെന്ന് അറിഞ്ഞൂടേടി? എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടല്ലേ അമ്മയ്ക്ക് മനസ്സിലായത്. ആര് പരീക്ഷ എഴുതാൻ പോവടി? അമ്മ പോവാണെങ്കിൽ നന്നായി, അല്ലെങ്കിൽ ഞാൻ പോവാം. എന്താണ് ഇനി തർക്കുത്തരം പറയുന്നത്? അമ്മ അങ്ങനെ ചോദിച്ചത് കൊണ്ടല്ലേ ഞാൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ഇതേ രീതിയിലൊരു ഡയലോഗ്, കോൺവെർസേഷൻ നടന്നു എന്ന് വിചാരിക്കാം. ഇത് ശരിക്കും ചെന്ന് അവസാനിച്ചത് എവിടെയാണ്? അമ്മയുടെ ദേഷ്യത്തിലൂടെയുള്ള ഷാർപ്പ് വാക്കുകൾ മക്കളിൽ ഉണ്ടാക്കിയ പ്രതികരണം അനുസരണയല്ല, മറിച്ച് ശക്തമായിട്ടുള്ള എതിർപ്പിന്റെ പ്രതികരണമാണ്. നമുക്ക് എന്നും ജീവിതത്തിൽ ആവശ്യമുള്ളത് ആക്സെപ്റ്റൻസ്, അപ്രൂവല്, അതേപോലെ തന്നെ അപ്രീസിയേഷൻ, മോട്ടിവേഷൻ, റെസ്പെക്റ്റ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ പ്രതികരിക്കുന്നുണ്ടാവും. പ്രതികരിക്കുമ്പോഴും ആ പ്രതികരിച്ചത് മറ്റൊരു നെഗറ്റീവിന് കാരണമാകാത്ത വിധത്തിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ വളരെ ലോ വോയിസിൽ പറഞ്ഞു എന്ന് വിചാരിക്കാം, എൻ്റെ മോള് ടി വിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഓർമ്മിക്കണം, നാളെ പരീക്ഷയാണ്, അമ്മയ്ക്ക് പരീക്ഷ എഴുതാൻ പോകാൻ പറ്റില്ല, നല്ലോണം പഠിച്ച് മോള് പരീക്ഷ എഴുതാൻ പോകണം, പിന്നീട് ടി വി കാണാമല്ലോ, ഇപ്പോൾ കാണുന്നതിന് പകരം പിന്നെയും കാണാമല്ലോ, അമ്മ വേണമെങ്കിൽ മോളുടെ കൂട്ടത്തിലിരിക്കാം, കട്ടൻ കാപ്പി വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, പക്ഷെ അമ്മ പഠിച്ചതുകൊണ്ട് പ്രയോജനമില്ല, മോള് പഠിച്ച് നല്ലോണം പരീക്ഷ എഴുതണം. ഇപ്പം പഠിച്ച് പരീക്ഷ എഴുതുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളെല്ലാം പിന്നീട് നല്ലൊരു ജോലി കിട്ടി നല്ല ഒരു സ്ഥാനത്തെത്തുമ്പോൾ അതെല്ലാം മാറില്ലേ? ഇങ്ങനെ ഇത്രയും പറഞ്ഞില്ലെങ്കിലും ഷാർപ്പായിട്ടുള്ള വാക്ക് അതൊന്ന് ഒഴിവാക്കിയാൽ, പ്രത്യേകിച്ച് ഫേസ് ടു ഫേസ് കോൺവെർസേഷനിൽ, ഫേസ് ടു ഫേസ് ഡയലോഗിൽ നമ്മൾ വളരെ ശാന്തമായിട്ടൊന്ന് സംസാരിച്ച് നോക്കുക. ഞാൻ എടുത്തു പറയുന്നത് വീട്ടിലുള്ളവരോ നമ്മുടെ സൂപ്പർവൈസറോ അതുപോലെ താഴെയുള്ളവരോ. ഇനി ഞാൻ എൻ്റെ ഒരു കുടുംബാംഗത്തെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി 5-ാം തീയതിയാണ്. സർജറി നടന്നു. അദ്ദേഹം ഞാൻ പറഞ്ഞു വളരെ ഡീറ്റെയിൽ ആയിട്ട് സർജറി വേണ്ട, സിമ്പിളായിട്ടുള്ളത് മതി, ഭാവിയിൽ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും ഇല്ലെങ്കിലും ഇത് മതി. ഡോക്ടർ ഭയങ്കര ദേഷ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, അത് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ എഴുതി തരാം, ഏതായാലും ഞാൻ ഡോക്ടറാണെങ്കിലും നിങ്ങൾ എഴുതി തരുന്ന മാതിരി ചെയ്യുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ അതല്ല ഉദ്ദേശിച്ചത്, സാറിന് അതറിയാം. ഞാൻ പറഞ്ഞു, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാവി കാലത്ത് പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ സർജറിയിലെല്ലാം തീർക്കാം എന്ന രീതിയിൽ വേണ്ടാന്ന് മാത്രമേ ഉള്ളൂ. സാറ് സർജറി നടത്തുമ്പോൾ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ അതും കൂടി തീർക്കാം. അപ്പോൾ അദ്ദേഹം ഭയങ്കര ദേഷ്യപ്പെട്ട് പറഞ്ഞു, സർജറി നടക്കുന്നതിനിടയ്ക്ക് പുറത്ത് വന്നിട്ട് നിങ്ങളോട് കണ്ട് അതും കൂടി ചെയ്തോട്ടെ എന്ന് ചോദിക്കാൻ നേരെയില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു പോസ്റ്റ് ഗ്രാജുവേറ്റും PhD ഒക്കെ ഉള്ള മനുഷ്യനാണ്, ബയോകെമിസ്ട്രിയാണ് എൻ്റെ സബ്ജക്റ്റ്. സാർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ സാറിനെ ഡോക്ടർ ജോൺ പനിക്കർ എന്ന ആ ENTയിൽ അറിയപ്പെടുന്ന മനുഷ്യൻ്റെ മുമ്പിൽ അങ്ങ് സബ്മിറ്റ് ചെയ്യാണ് എൻ്റെ കുടുംബത്തിൻ്റെ ഈ പ്രോബ്ലം പരിഹരിക്കും.
അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്നെ ഉയർത്തുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞിരുന്നു, ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയെയും ENT സ്പെഷ്യലിസ്റ്റ് ജോൺ പണിക്കരെയൊക്കെ ഞാൻ ഉയർത്താൻ ആരാ സാർ? സാർ അങ്ങനെ ഉയരുന്ന ആളാണ്. ഉടനെ അദ്ദേഹം വിഷയം മാറ്റി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ടെൻഷൻ കൊണ്ടായിരിക്കും അത് പറഞ്ഞത്. പക്ഷേ എന്തൊരു മാറ്റാ മനുഷ്യനിൽ പിന്നെയുള്ള സർജറി കഴിയുന്നത് വരെ ഉണ്ടായത്. അപ്പൊ ഞാൻ ആലോചിച്ചു, ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞില്ലല്ലോ എന്ന് തോന്നലുണ്ടാവരുത്. അത് ഡോക്ടറാണോ, അച്ഛനാണോ, അമ്മയാണോ, ഭാര്യയാണോ, മകനാണോ, മകളാണോ, ആരോടും പറയാനുള്ളത് പറയുക. പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ദേഷ്യം തോന്നിയെന്ന് വരും, അല്ലെങ്കിൽ വേണ്ടാന്ന് തോന്നിയെന്ന് വരും, ചിലപ്പോൾ പ്രതികരണം ഷാർപ്പായിരിക്കും. അതൊക്കെ സെക്കൻഡറി. പക്ഷെ നല്ലവണ്ണം ആലോചിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ഏതെല്ലാം വ്യക്തികളോട് ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ 2, 3, 4 വർഷം മുമ്പൊക്കെ കുറച്ച് അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇതൊക്കെ തലക്കനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഞാൻ ചിലപ്പോൾ ചിലരുടെ അടുത്തൊക്കെ ചെന്നിട്ട് ഷാർപ്പായിട്ട് പറയുമ്പോൾ അയാൾ പറയും, സാർ ഇത്ര ചൂടാവുന്നത് എന്തിനാ സാറേ? ഞാനും സാറും ആദ്യമായിട്ടല്ലേ കാണുന്നത്, എന്തിനാ സാർ ഇങ്ങനെയൊക്കെ ചൂടാവുന്നത്? പക്ഷെ അത് വളരെ വളരെ സത്യമായിരുന്നു. മാത്രമല്ല, ഒരു സ്ഥലത്ത് വെച്ച് എനിക്ക് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ശ്രീ പ്രിന്റേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുന്നത്. അവിടെ ഒരു വ്യക്തിയുണ്ട്, ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ DTP എടുത്ത് നമ്മളുടെ പുസ്തകം പ്രിന്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി പുതിയതായിട്ട് വന്ന് ജോയിൻ ചെയ്തതാണ്. ഞാൻ ആ പെൺകുട്ടി ടൈപ്പ് ചെയ്തതിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ടായപ്പോൾ ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്തു. വളരെ ഷാർപ്പായിട്ട്, ഒരു 3 കൊല്ലം മുമ്പാണ് ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്തു. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മറ്റേ മനുഷ്യൻ, DTP എടുക്കുന്ന ആള്, ഇങ്ങനെ കേട്ടോണ്ട് കുറെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, ഞങ്ങൾ ശ്രീ പ്രിന്റേഴ്സിലെ രാമകൃഷ്ണൻ നായരുടെ ജോലിക്കാരാണ്. സാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഷാർപ്പായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സാറ് പറയുന്നത് കേൾക്കേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ രാമകൃഷ്ണൻ നായരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് കേൾക്കേണ്ട ബാധ്യതയേ ഉള്ളൂ. സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ പിന്നെയും അദ്ദേഹം കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞു. കാരണം ആ കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് എന്തോ ആ കുട്ടി അതനുസരിച്ചേ ചെയ്യുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ പേപ്പറും കൊണ്ടുവന്ന് പറയുന്നത് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. രാമകൃഷ്ണൻ നായർ പ്രസ്സിൻ്റെ ഉടമസ്ഥൻ പറയുന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് സത്യമായി. അതെൻ്റെ ആ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തി എൻ്റെ അടുത്ത് പറഞ്ഞ ആ പ്രതികരണാത്മകമായിട്ടുള്ള കമന്റ് അടിമുടി എനിക്ക് അനുഗ്രഹമായിരുന്നു. അന്ന് മുതൽക്ക് എവിടെയെല്ലാം പോകുമ്പോഴും നമ്മൾ വളരെ പൊളൈറ്റായിട്ട് സംസാരിക്കാനും, അത് കഴിഞ്ഞ് അവരോട് നന്ദി പറയാനും, അത് കഴിഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും, ഒരു നല്ല വാക്ക് പറയാനും എല്ലാം ശ്രമിക്കാറുണ്ട്. ശരിക്കും എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവരല്ല പ്രോബ്ലക്കാര്, നമ്മളാ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. നമ്മൾ പൊളൈറ്റും സിമ്പിളും ഡൗൺ ടു എർത്തും ഹ്യൂമിലിറ്റിയോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ആരോട് എന്ത് ചോദിച്ചാലും അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷനാണ് ഉണ്ടാവുക. നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരൊന്നിലേക്ക് അറിയും, അവർക്ക് പ്രതികരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് അവരുണ്ടാക്കിയാൽ നമ്മൾ അറിയ പോലും ഇല്ല. ഇതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ലോവർ ദ ഇന്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ശബ്ദം താഴ്ത്തി സംസാരിച്ചോളൂ, എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. നമ്മൾ അങ്ങോട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ അവർ ചിരിച്ചുകൊണ്ട് പറയും. നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ അവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ വാശിയോടുകൂടി സംസാരിച്ചാൽ അവർക്കും അതിനുള്ള വാശിയുണ്ട് എന്ന് ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.